രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഓൺലൈനിലുള്ളവരും ഈ സമയത്ത് ഈ പ്രാർത്ഥനയിൽ മനസ്സുകൊണ്ട് പങ്കെടുക്കേണ്ടതാണ്. മക്കളെ, ദൈവകൃപയുടെ സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ജീവൽ സാന്നിധ്യമായ ദിവ്യകർത്താവിൻ്റെ തിരുസന്നിധിയിൽ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇപ്പോൾ ഉടമ്പടിയിൽ നമ്മൾ കേട്ട വചനങ്ങളിൽ സുവിശേഷ സാക്ഷികളെ പോലെ നീ മനസ്സ് നിറഞ്ഞ അർത്താറയിൽ നിന്നെ അർപ്പിക്കുക. 10,000-ങ്ങളും ലക്ഷങ്ങളും തങ്ങളുടെ കണ്ണുനീര് അവസാനിപ്പിച്ച് സന്തോഷത്തിൽ സാക്ഷ്യം പറഞ്ഞ ഇടത്തേക്ക് ദൈവം നിന്നെയും നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് വിളിച്ചിരിക്കുന്നത് നിന്നോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. നിന്നെ ദൈവം കൈവിട്ടിട്ടില്ല എന്നുള്ള സൂചനയാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതിയുടെ മക്കളെ, ഉന്നതമായ നാമത്തിന് സ്വന്തം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, എൻ്റെ തിരുമുറുപാർന്ന് വലതുകരം, ആണിപ്രധാന അത്ഭുതകരം ഓരോ മകൻ്റെയും മകളുടെയും ശിരസ്സ് നീ വെക്കണം. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ വലതുകരം, തിരുമുറുപാർന്ന വലതുകരം, അനുഗ്രഹകരം കർത്താവേ, നിങ്ങളുടെ മകളുടെയും മകൻ്റെയും ശിരസ്സിൽ വെക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. തലവേദനയുള്ളവർ, ആന്തരിക സിസ്റ്റുള്ളവർ, മഴയുള്ളവർ, ക്യാൻസർ ഉള്ളവർ, യേശു ക്രിസ്തുവിന് ഉന്നതമായ നാമത്തിലെ മാറാരോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിലെ മാറിപ്പോകട്ടെ. കർത്താവേ, സ്വർഗം തുറക്കണമേ. കർത്താവേ, ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, ഈശോ നിന്റെ മുൻകരുത്ത് ഓർത്തുകൊണ്ട് അങ്ങനെ അവകാശമോഹനമാകുന്ന തിരുസഭയോട് കണ്ണത്തോന്നണമേ. ഈശോ നിന്റെ കരുത്തന്നെ കാണിപ്പെടുത്തി ഓർത്തുകൊണ്ട് അങ്ങനെ അവകാശമോഹനമാകുന്ന തിരുസഭയോട് കണ്ണത്തോന്നണമേ. ഈശോ നിന്റെ തെമ്മടിപ്പാടുകൾ ഓർത്തുകൊണ്ട് അങ്ങനെ അവകാശമോഹനമായ തിരുസഭയോട് കണ്ണത്തോന്നണമേ. കർത്താവേ, ഇവിടെ പ്രാർത്ഥിക്കുന്ന മക്കളെ, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളെ, ത്വക്ക് രോഗങ്ങൾ, ആന്തരിക അവയവ രോഗങ്ങൾ, മാർഗരോഗങ്ങൾ, മാറാരോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ മാറിപ്പോകട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈശോയുടെ നാമം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, വളരെ വ്യഗ്രതയോടെ, വളരെ വിശ്വാസത്തോടെ, വളരെ ദൈവസ്നേഹത്തോടെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടി ആഴമായി സ്തുതിച്ചുകൊണ്ട് നിൽക്കട്ടെ. സ്തുതികടെ കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പാ, സ്വർഗീയപ്പാ, അങ്ങേപ്പത്തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളം കാണിക്കണമേ. അപ്പാ, സ്വർഗീയപ്പാ, അങ്ങേപ്പത്തന്നെ യേശു ക്രിസ്തു നാമത്തിൽ അടയാളം കാണിക്കണമേ. അപ്പാ, 32 വർഷമായി ഞാൻ അർപ്പിച്ച കൃപാനകള്, 32 വർഷമായി അർപ്പിച്ച ആരാധനകള്, 32 വർഷമായി ഞാൻ കണ്ടുമുട്ടിയ ജനങ്ങളിലേക്ക് വിശ്വാസത്തിന് തീത്താമ്പുകളെ കൊളുത്താൻ ശ്രമിച്ച വിശ്വാസ തീഷ്ണതകളെ ഞാൻ സ്മരിക്കണേ. അപ്പാ, ഇപ്പോഴും കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ വിശുദ്ധന്മാരെ സാക്ഷി നിർത്തി പ്രാർത്ഥിക്കുന്നു. എൻ്റെ അമ്മയെ പരിശുദ്ധ കന്യാമറിയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പാ, എല്ലാ രക്തസാക്ഷികളുടെ നാമത്തിൽ മധ്യത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങേപ്പോത്ത യേശു ക്രിസ്തു നാമത്തിൽ മാർഗരോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഏറ്റെടുത്തുകൊണ്ട് നാമം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ. സൗഖ്യം നൽകണമേ. സൗഖ്യം നൽകണമേ. മകളെ, ലക്ഷക്കണക്കിന് മനുഷ്യരെ അനുഗ്രഹം പ്രാപിച്ച, ആശ്വാസം പ്രാപിച്ച സ്ഥലത്ത് ദൈവം നിന്നെയും കൊണ്ടുവന്നിരിക്കുകയാണ്. നിന്റെ കണ്ണീരിൻ്റെ കാലത്ത് ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. ദൈവം നിന്നെ അബാൻഡൻ ചെയ്തിട്ടില്ല. നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ തീരുമാനമുണ്ട്. അതുകൊണ്ടാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹത്താൽ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് പറയാം. തിരഞ്ഞെടുത്തുകൊണ്ട് നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശു ക്രിസ്തു നാമത്തിൽ നീ കർത്താവ് അമ്മ മാതാ പ്രത്യക്ഷപ്പെട്ട ദിവ്യ മന്ദിരത്തിൽ നീ ആയിരിക്കുമ്പോൾ അതിൽ ആശ്രയിച്ചുകൊണ്ടും അത് ലൈവ് ഓൺലൈനെ കണ്ടുകൊണ്ട് ഓൺലൈൻ ഇരിക്കുന്ന പ്രാർത്ഥിക്കുന്നവരോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. നിന്റെ കഠിന കാലങ്ങൾ തീരാൻ പോവുകയാണ്. നിന്നെ കർത്താവ് തൊടാൻ പോവുകയാണ്. നിന്റെ എല്ലാവിധ ജീവിത മണ്ഡലങ്ങളും കർത്താവ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിൻ്റെ അപമാന ഭാരത്തെ സ്വന്തമായി ഏറ്റെടുത്തുകൊണ്ട് കാനാലെ കല്യാണത്തിൽ തൻ്റെ പുത്രനോട് കർത്താവ് അമ്മ അടയാളം ആവശ്യപ്പെട്ടതുപോലെ അതേ അമ്മ തന്നെ അത്താറിയുന്നുകൊണ്ട്
പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി തന്റെ പുത്രനോട് അടയാളം ആവശ്യപ്പെടുന്ന സ്വർഗീയ നിമിഷങ്ങൾ, ഉടമ്പടി നിമിഷങ്ങളിലേക്ക് കർത്താവെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സാമ്പത്തിക കടങ്ങളെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഭൗതികമായ തകർച്ച നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എഴുതിയ പരീക്ഷയിൽ റിസൾട്ടിന് സംശയമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഞ്ചാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരിച്ചു വരാൻ കാത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. മക്കളില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവര്, ഭവനം ഇല്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, വഴിയില്ലാത്തവര്, ഭവനം വിട്ടുമാറാത്തവര്, ജോലി സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റാതിരിക്കുന്നവര്, കിട്ടിയ ജോലി ചെയ്യാൻ വേണ്ടിയുള്ള മറ്റുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒത്തുവരാത്തവര്, കുടുംബക്കോടതി കേസുള്ളവര്, മറ്റു പലതരത്തിലുള്ള സിവിൽ കേസിലുള്ളവര്, അതുകൊണ്ട് തന്നെ വേറെ പല ജീവിത തടസ്സങ്ങളുള്ളവര്, അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, എല്ലാ സങ്കടക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവേ, നിന്നെ താണിപ്പെടുത്താൻ വലതുകരം ഇപ്പോൾ പ്രാർത്ഥിച്ച മക്കളുടെ മേലെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുവാനും സുവിശേഷ സാക്ഷിയായിരിക്കുവാനും പരിശുദ്ധാത്മാവിന് നിറവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധമായ രക്തത്താൽ കർത്താവ് തളിക്കണം ഈശോ. എസെക്കിയേൽ 36:24 എഴുതിയിരിക്കുന്ന പോലെയും ജെറമ്യാ 31:33 എഴുതിയിരിക്കുന്ന പോലെയും കർത്താവ്, പുതിയ ഹൃദയം എന്ന് പറയുന്നത് നിന്റെ വചനങ്ങളാൽ ആലേഖനം ചെയ്യപ്പെട്ട നീ തന്നെ ഹൃദയാന്തർഭാഗത്ത് ഉടമ്പടി ചെയ്തുകൊണ്ട് നിന്റെ ദിവസത്താൽ നിവൃത്തിയാക്കുന്നവരുടെ സാക്ഷികളുടെ ജീവിതമാണ് കർത്താവേ. അത് അവർക്ക് നൽകണമേ, പുതിയ ഹൃദയത്തെ നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾക്ക് മാംസളമായ ഹൃദയം നൽകണമേ. ഹല്ലേലൂയ. മുട്ടിയിൽ നിന്നുകൊണ്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഓൺലൈനിലുള്ളവർ ഈ സമയത്ത് മുട്ടിയിൽ നിന്നുകൊണ്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കുറച്ചേരം മൗനമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഐശ്വര്യം മേടിച്ചു. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ഒരു നിമിഷം നമുക്ക് സമർപ്പിച്ച് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനയിൽ വചനത്തിൽ ശ്രവിച്ചതുപോലെ മാംസളമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു പുതു ചൈതന്യം ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങയുടെ നിയമം ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതണമേ എന്ന് ദാഹത്തോടുകൂടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ